അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയമുള്ളവരെ, ഇന്ന് ദുൽഹിജ്ജ 25 ഇസ്ലാമിക ലോകത്തിന് മലയാളക്കര നൽകിയ ഒരു മഹാപ്രതിഭയുടെ ഒളിമങ്ങാത്ത ഓർമ്മകൾ തുടികൊട്ടുന്ന ദിനമാണ് ദുൽഹിജ്ജ 25. ഉഹ്റവിയായ പാണ്ഡിത്യത്തിന്റെ ഉത്ഭയം നിറഞ്ഞ ജീവിത ശോഭ കൊണ്ട് അനേകായിരങ്ങൾക്ക് അറിവും അദബും ആത്മശാന്തിയും പകർന്നു നൽകിയ മഹാപണ്ഡിതൻ. പുത്തനാശയത്തിന്റെ വ്യാപനം വ്യാപകമായപ്പോൾ അഹ്ലുസുന്നയുടെ അസ്ത്രവീര്യമുള്ള ആശയ അവതരണങ്ങളെ കൊണ്ട് പതിനായിരങ്ങളെ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആദർശത്തിന്റെ അട്ടം കുടുങ്ങാത്ത ആർജവത്തിൽ അടിയുറപ്പിച്ചു നിർത്തിയ ലോകം കണ്ട മഹാപണ്ഡിതൻ പാങ്ങിൽ അഹ്മദ് കുട്ടി മുസ്ലിയാർ നവ്വറല്ലാഹു മർഖദഹു. മഹാനവറുകളുടെ ആണ്ട് ദിനമാണിന്ന്. മലബാർ കലാപം ചവച്ചുതുപ്പിയ സമുദായം. പതിനായിരക്കണക്കായ മുസ്ലിം പുരുഷന്മാർ കൊല്ലപ്പെട്ടു. പതിനായിരക്കണക്കായ വിധവകളും അനാഥരും ബാക്കിയായി. ദാരിദ്ര്യത്തിന്റെ തീച്ചൂളയിൽ വീണ സമുദായം. ഈ കലങ്ങിയ അന്തരീക്ഷത്തിൽ ആദർശവിശുദ്ധിയും കർമ്മകുശലതയും അശ്രാന്ത പരിശ്രമവും കൈമുതലാക്കി പ്രവർത്തിച്ച് വിജയം വരിച്ച മഹാനാണ് പാങ്കിൽ അഹ്മദ് കുട്ടി മുസ്ലിയാർ നവ്വറല്ലാഹു മർഖദഹു. തികഞ്ഞ പണ്ഡിതൻ, മുഫ്തി, പ്രസംഗികൻ, കവി, സാഹിത്യകാരൻ, ഗ്രന്ഥകാരൻ, സംഘാടകൻ തുടങ്ങിയ സൽഗുണങ്ങളുടെയും ഉടമയായിരുന്നു മഹാനുഭാവൻ. സുന്നത്ത് ജമാഅത്തിന്റെ വളർച്ചയ്ക്ക് പാങ്കിൽ ഉസ്താദ് അർപ്പിച്ച സേവനം അവിസ്മരണീയമാണ്. കേരള ജമിയത്തുൽ ഉലമ എന്ന പേരിൽ മഹാസമ്മേളനത്തിന് വേണ്ടി തീയതി നിശ്ചയിക്കപ്പെട്ടപ്പോൾ കേരള ജമിയത്തുൽ ഉലമ എന്ന പേരിൽ മറ്റൊരു സംഘം രൂപപ്പെടുകയും കേരള ജമിയത്തുൽ ഉലമ എന്ന പേരിൽ സമ്മേളനം നടത്താൻ അവകാശമില്ല എന്ന് ന്യായാധിപന്മാർ വിധി കൽപ്പിക്കുകയും ചെയ്ത സാഹചര്യത്തിൽ പള്ളിയുടെ അകത്തലങ്ങളിലൂടെ തസ്ബീഹുമാലയുമായി ഇലാഹി സ്മരണയിൽ മുഴുകി നടക്കുന്നതിനിടയിൽ ഇങ്ങനെയൊരു വാർത്ത അറിയിക്കപ്പെട്ടവരോട് ചിന്താനിമഗ്നനായി ഇലാഹി സ്മരണയിൽ മുഴുകിയിരിക്കുന്നതിനിടയിൽ പെട്ടെന്നൊരു വാക്ക്, സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന പേരിൽ നമുക്ക് സമ്മേളനം നടത്താം എന്ന്. ആ പേര് ഇന്ന് രാജാതിർത്തികളും ഭൂഖണ്ഡാതിരുകളും താണ്ടി ലോകത്തോളം ആ പേര് വളർന്നിരിക്കുന്നു. ആ പേര് ആദ്യമായി മുസ്ലിം കേരളത്തോട് വിളിച്ചു പറഞ്ഞത് പാങ്കിൽ അഹ്മദ് കുട്ടി മുസ്ലിയാരായിരുന്നു. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പ്രധാന ശില്പിയായിരുന്നു മഹാനായ പാങ്കിൽ അഹ്മദ് കുട്ടി മുസ്ലിയാർ. സമസ്ത രൂപീകരണ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നിർദ്ദേശിക്കപ്പെട്ടുവെങ്കിലും സാദാത്യങ്ങളെ പരിഗണിച്ച്, അഹ്ലുബൈത്തിനെ പരിഗണിച്ച് വരക്കൽ മുല്ലക്കോയാത്തങ്ങളെ പ്രസിഡന്റാക്കി മഹാനുഭാവൻ പിന്മാറുകയായിരുന്നു. അഹ്ലുബൈത്തിനോടുള്ള അദബും ആദരവും എന്താണെന്ന് മുസ്ലിം ലോകത്തെ പഠിപ്പിച്ചു തന്നു മഹാനുഭാവൻ. കേരളത്തിലുടനീളം സമസ്ത പ്രചരിപ്പിക്കുന്നതിലും സുന്നി ആദർശങ്ങൾ പ്രചരിപ്പിക്കുന്നതിലും പാങ്കിൽ ഉസ്താദ് ത്യാഗപൂർണമായ പ്രവർത്തനങ്ങളാണ് നടത്തിയത്. ഹിജ്റ 1305 പാങ്കിൽ പുത്തൻപിടിയേക്കൽ വീട്ടിലാണ് അഹ്മദ് മുസ്ലിയാർ ജനിച്ചത്. പ്രമുഖ സ്വഹാബിയായ മുഹമ്മദ് ബിൻ മാലിക് ബിൻ ഹബീബുൽ അൻസാരി റളിയല്ലാഹു അൻഹുവിന്റെ സന്താന പരമ്പരയിലാണ് പാങ്കിൽ ഉസ്താദിന്റെ ജനനം. തന്റെ പിതാമഹൻ കമ്മുമുല്ല തിരൂരങ്ങാടിയിൽ നിന്നും മമ്പുറം തറമ്മൽ എന്ന സ്ഥലത്തേക്കും പിന്നെ പാങ്ങിലേക്കും മാറി താമസിച്ചു. പാങ്ങിൽ ആറാംകോട്ട് എന്ന സ്ഥലത്താണ് താമസമാക്കിയത്. പഴയടത്ത് വാക്കോട്ടിൽ പോക്കുഹാജിയുടെ പുത്രി തിത്തുവാണ് മാതാവ്. പണ്ഡിതന്മാരുടെയും സൂഫിവര്യന്മാരുടെയും കുടുംബമാണ് അഹ്മദ് കുട്ടി ഉസ്താദിന്റേത്. 1305 നൂറുദ്ദീൻ എന്നവരുടെ പുത്രനായി പാങ്ങിൽ ജനിച്ചു. 7-ാം വയസ്സിൽ വിശുദ്ധ ഖുർആൻ പഠനം പൂർത്തിയാക്കി. 14-ാം വയസ്സുവരെ പാങ്ങിൽ തന്നെ പഠനം നടത്തി. പിന്നീട് പ്രമുഖ പണ്ഡിതന്മാരായ അലിയു തൂരി, കരിമ്പനക്കൽ അഹ്മദ് മുസ്ലിയാർ തുടങ്ങിയ മഹാപണ്ഡിത കുലപതികളിൽ നിന്നും വിജ്ഞാനം കരസ്ഥമാക്കി. ഉപരിപഠനാർത്ഥം വെല്ലൂർ ബാഖിയാത്തുസ് സാലിഹാത്തിലേക്ക് പോയി. മഹാനവറുകൾക്ക് അവിടെ നിന്നും പല പ്രമുഖരായ പണ്ഡിതരിൽ നിന്നും വിജ്ഞാനം കരസ്ഥമാക്കാൻ സാധിച്ചു. ബാഖിയാത്തിന്റെ സ്ഥാപകനായ ഷാഹ് അബ്ദുൽ വഹാബ് ഹസരത്ത്, അബ്ദുൽ ഖാദിർ ഷാഹ് ബാദിഷാ ഹസരത്ത്, അബ്ദുൽ ജബ്ബാർ ഹസരത്ത് തുടങ്ങിയവരാണ് ബാഖിയാത്തിലെ പ്രധാന ഉസ്താദുമാർ. മുഹമ്മദ് ഹുസൈൻ ഖാൻ, അബ്ദുർ റഹീം ഹസരത്ത് തുടങ്ങിയ മഹാപ്രതിഭകളുടെ ശിഷ്യത്വം വെല്ലൂർ റത്വീഫിയ കോളേജിൽ നിന്നും കരസ്ഥമാക്കി. 1915 ബാഖിയാത്തിൽ നിന്നും ബിരുദമെടുത്തത്. പഠനശേഷം സ്വന്തം നാട്ടിൽ തന്നെ ദർസ് ആരംഭിച്ചു. മണ്ണാർക്കാട് മഅദിനുൽ ഉലൂം, പടന്ന, താനൂർ, വലിയ കുളങ്ങരപ്പള്ളി തുടങ്ങിയ സ്ഥലങ്ങളിലും അദ്ദേഹം ദർസ് നടത്തിയിട്ടുണ്ട്. താനൂർ, വലിയ കുളങ്ങരപ്പള്ളിയിൽ ദർസ് ആരംഭിച്ച മഹാനവറുകൾ ദർസ് ഒരു ഉന്നത കലാലയമാക്കുവാനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചു.
വെല്ലൂർ ബാഖിയാത്തിന് സമാനമായ ഒരു ബിരുദം നൽകുന്ന സ്ഥാപനം തുടങ്ങലായിരുന്നു മഹാനവറുകളുടെ ലക്ഷ്യം. വലിയകുളങ്ങര പള്ളിയിൽ വെച്ച് ഇസ്ലാഹുൽ ഉലൂം അറബിക് കോളേജ് എന്ന പേരിൽ ഒരു സ്ഥാപനവും ആരംഭിച്ചു. സ്ഥാപനത്തിന്റെ പ്രിൻസിപ്പലും മാനേജറും പാങ്കിൽ ഉസ്താദ് തന്നെയായിരുന്നു. 200-ൽ പരം വിദ്യാർത്ഥികൾ സ്ഥാപനത്തിൽ പഠനം നടത്തിയിരുന്നു. ഇസ്ലാമിക ലോകത്തിന് മലയാളക്കര നൽകിയ മഹാപ്രതിഭ കൂടിയായ പാങ്കിൽ ഉസ്താദ് സാഹിത്യത്തിലും കവിതയിലും തൻ്റെതായ സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട്. ഒരു ഉജ്ജ്വല വാഗ്മി കൂടിയായിരുന്നു മഹാനവറുകൾ. മഹാനവറുകളുടെ അസ്ത്രവീര്യമുള്ള പ്രഭാഷണ ശൈലി എതിരാളികളെ നിർവീര്യമാക്കി കളയുന്നതായിരുന്നു. മലബാർ കലാപവുമായി ബന്ധപ്പെട്ട് മഹാനവറുകൾ മലപ്പുറം കുന്നുമ്മൽ നടത്തിയ പ്രസംഗം ചരിത്രപ്രസിദ്ധമാണ്. ഉച്ചഭാഷണിയില്ലാതെ തന്നെ ആയിരങ്ങൾക്ക് കേൾക്കാവുന്ന കരുത്ത് ആ ശബ്ദത്തിനുണ്ടായിരുന്നു. മഹാനവറുകളുടെ പ്രൗഢഗംഭീര പ്രചോദിത പ്രഭാഷണങ്ങൾ ആയിരങ്ങൾക്ക് ആവേശമായി മാറി. ഉത്തമമായൊരു തൂലികയുടെ ഉടമയായ പാങ്കിൽ ഉസ്താദാണ് ആദ്യമായി പത്രപ്രവർത്തന രംഗത്തിറങ്ങിയ സുന്നി പണ്ഡിതൻ. സമസ്തയുടെ ഔദ്യോഗിക പത്രമായി സ്വന്തം പത്രാധിപത്യത്തിൽ അൽ ബയാൻ മാസിക പ്രസിദ്ധീകരിച്ചുകൊണ്ട് പ്രസിദ്ധീകരണ രംഗത്തേക്ക് കടന്നുവന്നു. ബഹുഭാഷാ പണ്ഡിതനായ അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങൾ സുപ്രസിദ്ധമാണ്. തുഹ്ഫത്തുൽ അഹ്ബാബ്, താജുൽ വസാഇൽ, തുഹ്ഫത്തുർ റബീഅ ഫീ മദ്ഹി ഖൈറിൽ ബരിയ്യ, അൽ ഖസീദത്തുൽ ഖുതുബിയ്യ ഫീ മദ്ഹി ഖൗസിൽ ബരിയ്യ, തുഹ്ഫത്തുൽ അഹ്ബാബ്, മവാഹിബുൽ ജലീൽ, താജുൽ വസാഇൽ തുടങ്ങിയ നിരവധി കനപ്പെട്ട കൃതികളുണ്ടെങ്കിലും ഖേദകരമെന്ന് പറയട്ടെ, പലതും വിവിധ കാരണങ്ങളാൽ കൈമോശം വന്നു പോയി എന്നുള്ളതാണ് സത്യം. പാകപ്പുറം കൊട്ടോത്തു വീട്ടിൽ സൈദാലി ഹാജിയുടെ പുത്രി ഖദീജയായിരുന്നു പത്നി. പ്രസിദ്ധ പണ്ഡിതനായ ബാപ്പു മുസ്ലിയാർ എന്ന മുഹമ്മദ് ബാക്കവി ഇവരിൽ ജനിച്ച പുത്രനാണ്. പിന്നീട് വല്ലപ്പുഴ ബീരാൻകുട്ടി മുസ്ലിയാരുടെ പുത്രി ഫാത്തിമയെ വിവാഹം ചെയ്തു. ഇവരിൽ നിന്നും 4 സന്താനങ്ങളുണ്ടായി. പിന്നീട് പൊന്നാനിയിൽ നിന്നും ഒരു വിവാഹം മഹാനവറുകൾ ചെയ്തിട്ടുണ്ട്. അരിപ്ര മുഹമ്മദ് മുസ്ലിയാർ, പള്ളിപ്പുറം അബ്ദുൽ ഖാദർ മുസ്ലിയാർ, തൂതക്കൽ മുഹമ്മദ് മുസ്ലിയാർ, അലനല്ലൂർ കുഞ്ഞലവി മുസ്ലിയാർ, കാപ്പ് കുളമ്പറമ്പ് കുട്ടി ഹസൻ ബാക്കവി, ഇരുമ്പാലശ്ശേരി കുഞ്ഞഹമ്മദ് മുസ്ലിയാർ തുടങ്ങിയ അനേകം പണ്ഡിതന്മാർ മഹാനുഭാവന്റെ ശിഷ്യന്മാരാണ്. ഹിജ്റ 1365 ദുൽഹജ്ജ 25-ന് മഹാനവറുകൾ ഇഹലോകവാസം വെടിഞ്ഞു. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ അടങ്ങാത്താവേശമായി മുസ്ലിം കേരളത്തിന് സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന ലോകം കണ്ട മഹാപ്രസ്ഥാനത്തിന് രൂപം നൽകിയ മഹാനുഭാവൻ പാങ്കിൽ ജുമാ മസ്ജിദിന് സമീപം അന്ത്യവിശ്രമം കൊള്ളുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുത്തെ ദറജയെ ഉയർത്തുമാറാകട്ടെ. അവരൊക്കെ കൈമാറിത്തന്ന അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആദർശത്തിന്റെ ദീപശിഖ അണയാതെ ഖൽബിൽ കാത്തുസൂക്ഷിച്ചു ജീവിക്കുന്ന മുത്തഖീങ്ങളിൽ അല്ലാഹു നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീം. മരമായി മുളയ്ക്കുമെന്നറിയുന്ന വിത്തിനും മണ്ണിനകം മലർവാടി, പിന്നെ മരിക്കുവാനെന്താണ് പേടി? മുമ്പും മരിച്ചതല്ലേ ജനകോടി, മരിക്കുവാനെന്താണ് പേടി?